ഹായ് ഡിയർ, വെൽക്കം ടു സാഡ് സയൻസ്. ഇപ്പൊ വെസ്റ്റേണിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഡെനിമിന്റെ ഐറ്റംസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഡെനിമിൽ വന്നിരിക്കുന്ന ഇന്നറും ജാക്കറ്റും വരുന്ന രീതിയിലുള്ള ഒരു മോഡലിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കളക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഒരു മീഡിയം ബ്ലൂ ആണ്. ഇതില് ബ്ലൂവിന്റെ തന്നെ ഒരു വേരിയേഷനും ബ്ലാക്കും ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കളക്ഷൻസ് നോക്കാം. ഉള്ളിലായിട്ട് ഇതുപോലെ ലൈൻസ് വരുന്ന രീതിയിലുള്ള ഒരു ടീഷർട്ട് ആണ് ഉള്ളിൽ കൊടുത്തേക്കുന്നത്. അതിന്റെ മേലെയായിട്ട് ഈ ഒരു ജാക്കറ്റ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുള്ള ജാക്കറ്റ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് വെയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ടു സൈഡിലായിട്ടും ഇതുപോലെ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പോക്കറ്റ്സ് ആണ്. നമുക്കൊരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു പോക്കറ്റ്സ് വരുന്നത്. നമ്മൾ ഫോണൊന്നും പൊതുവിൽ അങ്ങനെ ഡ്രസ്സിന്റെ പോക്കറ്റ്സിൽ ഇങ്ങനത്തെ പോക്കറ്റ്സിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ. പക്ഷെ നമുക്ക് ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു ഇത് വരുന്നത്. ഈ ഒരു ദുപ്പട്ട തലയിൽ കിടക്കുന്നതേ ഇല്ല. അപ്പോ നമുക്ക് കളക്ഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫുൾ ഓപ്പൺ ആണ് ബട്ടൺ. ഡെനിം ജീൻ ആണ് മെറ്റീരിയൽ വരുന്നത്. എല്ലാവരും ഡെനിം വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ്, കട്ടിയുള്ളതാണോ കട്ടി കുറഞ്ഞിട്ടുള്ളതാണോ എന്നുള്ള രീതിയിൽ. ഇത് നമ്മുടെ ജീൻസിന്റെ ഒക്കെ പോലെ കട്ടിയുള്ള രീതിയിലാണ് ഈ ഒരു ജാക്കറ്റ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒതുങ്ങി കിടക്കുന്ന രീതിയിലാണ്, ഒരുപാട് റഫായിട്ട് വന്നിട്ടുള്ള രീതിയിലൊന്നും അല്ല. ഇത് നമുക്ക് ഒതുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിലൊരു ഡിഫറെന്റ് കളേഴ്സ്. ഇന്നേഴ്സിൽ നമ്മൾ അത്രയും ഒരു കളർ വേരിയേഷൻ പറയാനൊന്നുമില്ല. ലൈൻസിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാൻ വേറെ ചെയ്തേക്കുന്നത് ഒരു ഒലീവ് ഗ്രീൻ ലൈൻസ് ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഇതിലൊരു ബ്രിക്സ് കളർ ലൈൻസ്, ഒരു കോഫി ബ്രൗൺ കളർ ലൈൻസ് ആണ് വരുന്നത്. ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ, ടു സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബോയ്സ് ഷൂ ഒക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത്. കണ്ടില്ലേ. നെക്സ്റ്റ് നോക്കാം. ഐസ് ബ്ലൂ ആണ് കളർ. പക്ഷെ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു ബ്ലൂ കളറാണ്. ഇതിനൊരു വൈറ്റ് കളർ ഷൂ ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബോയ്സ് ഷൂ ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അടിപൊളിയായിരിക്കും. കൂടുതൽ അങ്ങനെ പാൻസ് ഒന്നും കാണിക്കാതെ ഷൂ കാണുന്ന രീതിയിലൊക്കെ വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1280 ആണ്. 1280 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇതിന്റെ സൈസസ് ഉള്ളത് LXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. XXLകാർക്ക് ഇന്നർ ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്നർ കുറച്ച് ഫിറ്റ് ആയിരിക്കും. അതിന്റെ മേളിൽ ഈ ജാക്കറ്റ് വരുമ്പോൾ ആ ഒരു എന്തെങ്കിലും നമുക്ക് ബോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കവർ ആയിട്ടുള്ള രീതിയിൽ വരും. അപ്പോൾ ഒരു ചെസ്റ്റ് സൈസ് 42 വരെയുള്ള ആൾക്കാർ എടുത്തോ കുഴപ്പം വരില്ല. XXL ഉള്ളവര് 44 ആണെന്നുണ്ടെങ്കിൽ എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു ടീഷർട്ട് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഈ ഒരു ടോപ്പ് വരുമ്പോൾ നമ്മുടെ ബോറെല്ലാം തന്നെ കവർ ചെയ്ത് മാറുന്നതായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഷോപ്പിൽ വന്നാൽ ഈ ഐറ്റം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.